നമസ്കാരം. വിരമിക്കാൻ ഒരു വർഷത്തോളം ബാക്കി നിൽക്കെ DGP തസ്തികയിലുള്ള വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ IPS സ്വയം വിരമിക്കുന്നതിന് പിന്നിൽ IPSലെ ജൂനിയറുകൾക്ക് താഴെ പ്രവർത്തിക്കാനുള്ള താൽപ്പര്യക്കുറവാണ് കാരണമെന്ന സൂചന. വിദേശത്ത് അധ്യാപനത്തിനായി അവധിക്ക് അപേക്ഷിച്ചിരുന്നത് കേന്ദ്രം അനുവദിക്കാത്തതിന് പിന്നാലെയാണ് അദ്ദേഹം സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചത്. ക്ലീൻ ഇമേജുള്ള ഉദ്യോഗസ്ഥനാണ് വിനോദ് കുമാർ. ഒരു കളങ്കവുമില്ലാത്ത സർവീസുമായിട്ടാണ് അദ്ദേഹം സ്വയം വിരമിക്കുന്നത്. 1992 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനായ TK വിനോദ് കുമാർ അടുത്ത വർഷം ഓഗസ്റ്റിലായിരുന്നു വിരമിക്കേണ്ടിയിരുന്നത്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി സർക്കാർ നീട്ടി നൽകിയതോടെ TK വിനോദ് കുമാറിന് ഇനി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും ഇല്ലാതെയായി. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം സ്വയം വിരമിക്കലിലേക്ക് കടന്നത്. ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ തയ്യാറാക്കുന്ന പോലീസ് മേധാവിക്കുള്ള സാധ്യതാ പട്ടികയിൽ വിനോദ് കുമാറിന് ഇടം നേടാനാകില്ല. 6 മാസത്തിൽ അധികം സർവീസുള്ളവരെ മാത്രമേ ഇതിന് പരിഗണിക്കൂ. ഈ സാഹചര്യത്തിലാണ് വിനോദ് കുമാർ സ്വയം വിരമിക്കുന്നത്. വിരമിക്കൽ തീയതി വരെ സർവീസിൽ തുടർന്നാൽ IPSലെ ജൂനിയർ ഓഫീസർമാർക്ക് കീഴിൽ പ്രവർത്തിക്കേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞ 2 തവണയായി സീനിയോറിറ്റി മറികടന്നാണ് പോലീസ് മേധാവിയെ നിയമിക്കാറുള്ളത്. അനിൽകാന്തിനെയും പിണറായി സർക്കാർ പ്രത്യേക താൽപ്പര്യത്തിലാണ് നിയമിച്ചത്. അന്ന് ടോമിൻ തച്ചങ്കരി അടക്കമുള്ളവർക്ക് ഇത് അംഗീകരിച്ച് സർവീസിൽ തുടരേണ്ടിയും വന്നു. നിലവിൽ സാഹിബിനേക്കാൾ സീനിയറായ IPSകാർ പോലീസ് സേനയിലുണ്ട്. അവർ ആരും വിരമിച്ചില്ല. എന്നാൽ താനൊരിക്കലും ജൂനിയറിന് താഴെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശമാണ് വിരമിക്കലിലൂടെ TK വിനോദ് കുമാർ നൽകുന്നത്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനേക്കാൾ സീനിയറാണ് IPSകാരനായ പത്മകുമാർ. പത്മകുമാറിനെ തഴഞ്ഞാണ് സാഹിബിനെ സർക്കാർ പോലീസ് മേധാവിയാക്കിയത്. കാലാവധി വീണ്ടും നീട്ടി നൽകുകയും ചെയ്തു. വിനോദ് കുമാറിന്റെ വിരമിക്കൽ അംഗീകരിച്ച സർക്കാർ അടുത്ത മാസം 11 മുതൽ വിരമിക്കാൻ അനുമതി നൽകി ഉത്തരവായിട്ടുണ്ട്. TK വിനോദ് കുമാർ സ്ഥാനമൊഴിയുന്നതോടെ ബിവറേജസ് കോർപ്പറേഷൻ MD-ആയ ADGP യോഗേഷ് ഗുപ്തയ്ക്ക് DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. നേരത്തെ അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് തന്നെയാണ് ക്രിമിനൽ ജസ്റ്റിസിൽ അദ്ദേഹം PhD നേടിയത്. ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പിന്നാലെ പോലീസ് മേധാവിയാകുമെന്ന് കരുതിയിരുന്ന മുതിർന്ന DGP ആയിരുന്നു TK വിനോദ് കുമാർ. എന്നാൽ കഴിഞ്ഞ ദിവസം സർവീസ് കാലാവധി കഴിഞ്ഞ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പ്രത്യേക അധികാരം ഉപയോഗിച്ച് 1 വർഷം കൂടി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. സാഹിബ് 90 ബാച്ചുകാരനും വിനോദ് കുമാർ 92 ബാച്ചുകാരനുമാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇന്റലിജൻസ് DGP ആയിരുന്ന TK വിനോദ് കുമാർ വിജിലൻസ് ഡയറക്ടറായതിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ VRSന് അപേക്ഷ നൽകിയത്. വിദേശത്തേക്ക് അധ്യാപന ജോലിക്ക് പോകുന്നതിനായിരുന്നു അപേക്ഷ. എന്നാൽ സർക്കാർ തീരുമാനമെടുത്തില്ല. വീണ്ടും അപേക്ഷ അംഗീകരിക്കാനായി വിനോദ് കുമാർ സർക്കാരിനെ സമീപിച്ചു. കഴിഞ്ഞ ദിവസമാണ് അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. 30 വർഷവും 6 മാസത്തെയും സർവീസ് പൂർത്തിയാക്കിയാണ് പടിയിറക്കം. 92 ബാച്ചുകാരനായ വിനോദ് കുമാറിന് ഇനിയും 1 വർഷത്തെ സർവീസാണ് ബാക്കി. 30 വർഷം സർവീസ് ഉള്ളതിനാൽ എല്ലാ വിരമിക്കൽ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കും.